മഹിമപ്പെടട്ടെ. ഇന്ന് എൻ്റെ ചിന്താ വിഷയം ചില സംശയങ്ങൾ നമുക്കുണ്ട്. എല്ലാവർക്കും ചില സംശയം അന്തിക്രിസ്തു ആരാണ്, ഈ ആൻറ്റിക്രിസ്തു അല്ലെ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നവൻ ആരാണ് എന്ന സംശയങ്ങളുണ്ട്. ചിലർക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ബിബ്ലിക്കൽ ഒരു ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അപ്പോസ്തലൻ പൗലോസ് ഈ അന്ത്യക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവൻ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമാണെന്നാണ്. അന്ത്യക്രിസ്തു വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് പറയാം, നാശയോഗ്യനാണ്, അവൻ അധർമ്മമൂർത്തിയായിട്ടാണ് അവനെ കണക്കാക്കുന്നത്. 2 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 2:3 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അപ്പോൾ അവനെ പൗലോസിന്റെ ഭാഷയിൽ അവൻ ആരാണ്? നാശയോഗ്യനാണ്, അവൻ അധർമ്മമൂർത്തിയാണ്. അതിൻ്റെ 8 വാക്യം 8-9 വാക്യം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും, അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഉടുക്കി തൻ്റെ പ്രത്യക്ഷയുടെ പ്രവാഹത്താൽ നശിപ്പിക്കും. അപ്പോൾ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് അല്ലെങ്കിൽ സാത്താൻ്റെ വ്യാപാരശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയും കൂടി. അപ്പം ഇവനെ പ്രശംസിപ്പാൻ അല്ലെങ്കിൽ ആൻറ്റിക്രൈസ്റ്റ് എന്ന് ഒരു സംക്ഷിപ്ത അവനൊരു നിർവചനം പറഞ്ഞാൽ, അവനൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ പൗലോസിൻ്റെ ഭാഷയിൽ അവന് വ്യാപരിക്കുന്നു സാത്താൻ്റെ വ്യാപാരശക്തി, പിന്നെ വ്യാജം അല്ലേ, സകല ശക്തിയോടും അടയാളങ്ങളും അത്ഭുതങ്ങളും അനീതിയുടെ വഞ്ചന, ഇതെല്ലാം കൂടിയവൻ ആരാണ്? അവനെയാണ് ആൻറ്റിക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിനെതിരെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെതിരെ നിൽക്കുന്ന ഒരു ശക്തി മണ്ഡലമുണ്ട്, ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ആ പൈശാചി എന്ത് ചെയ്യും? ചില വ്യക്തികളെ അല്ലെങ്കിൽ ചില രാഷ്ട്രങ്ങളിലൂടെ അത് വെളിപ്പെട്ടു വരും. അപ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ ഈ ആൻറ്റിക്രൈസ്റ്റ് മൃഗമെന്ന് വിവരണം ചെയ്യുന്ന വെളിപ്പാട് പുസ്തകം 13 അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. ഈ മൃഗത്തെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ്റെ വെളിപ്പാട് എങ്ങനെയാണ്? അവൻ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമമുള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അപ്പം ഇവന് യോഹന്നാൻ പറയുന്ന പേര് മൃഗമെന്നാണ്, മൃഗം. അപ്പം ഈ സാമ്പത്തിക ശക്തിയാൽ ഉയർത്തപ്പെട്ട ഈ സാത്താന്യ ശക്തിയാൽ ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? ആൻറ്റിക്രൈസ്റ്റ്. അപ്പോൾ സാത്താന്യ ശക്തി ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ചില രാഷ്ട്രങ്ങളുടെ സംഘടന നമുക്ക് എന്ത് ചെയ്യാം? മൃഗമെന്ന് യോഹന്നാൻ വിളിച്ചു, നമുക്കും അവനെ മൃഗമെന്ന് വിളിക്കാം. അപ്പോൾ ഈ കാലഘട്ടം നിങ്ങൾ ഓർക്കണം, ഈ വ്യക്തി എങ്ങനെ വരുമെന്ന് യോഹന്നാൻ പറഞ്ഞത് ഒരു പുതുക്കിയ അല്ലെങ്കിൽ ഒരു റിവൈവ്ഡ് റോമൻ സാമ്രാജ്യത്തിൻ്റെ തലവനായിരിക്കും അവൻ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ആൻറ്റിക്രൈസ്റ്റ് എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അവന് എന്തോ ആയിരിക്കും? ഒരു റോമൻ സാമ്രാജ്യത്തിൻ്റെ തലവൻ. ഇവരെല്ലാം കൂടി ഒരു ശക്തി കേന്ദ്രമാണ്. പഴയ ആ റിവൈവ്ഡ് റോമൻ സാമ്രാജ്യം, ഇന്നത്തെ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് പ്രോബബിളി ജർമ്മനി അതിൻ്റെ ലീഡറായി, തലവനായി ലോകത്തിൽ അവതരിക്കപ്പെടും. എത്രയും വേഗം അതിന് സാധ്യതകളുണ്ട്. അപ്പോൾ ജർമ്മനി കേന്ദ്രീകൃതമായ ഒരു യൂറോപ്യൻ ശക്തിയെ നമുക്ക് എന്തു വേണം? പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു റിവൈവ്ഡ് റോമൻ സാമ്രാജ്യം നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. അതാണ് അതിൻ്റെ സാധ്യതകളെല്ലാം. അപ്പോൾ ഇസ്രായേലുമായുള്ള ഇവനൊരു സമാധാന ഉടമ്പടി സ്ഥാപിക്കും. ദാനിയേൽ പ്രവചനം 9-27 വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ റോമൻ അല്ലെങ്കിൽ റിവൈവ്ഡ് റോമൻ യൂറോപ്യൻ സാമ്രാജ്യം അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ എന്തു ചെയ്യും? ഇസ്രായേലുമായി ഒരു സമാധാന ഉടമ്പടി അവർ ഒപ്പുവയ്ക്കുക. അതുകൊണ്ടാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 9:27 നാം കാണുന്നു, അവൻ ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ് ബിബ്ലിക്കൽ പ്രോഫസി. 7 വർഷം പലരോടും നിയമത്തെ കഠിനമാക്കും. അപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാகவும் ഭോജനയാகவும் നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചെറിയന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. പിന്നീട് ഈ ആഗോള ഒരു വാഴ്ച നേടാൻ അവൻ ശ്രമിക്കും. അപ്പോൾ ഇസ്രായേലിൽ അവൻ എന്തു ചെയ്യും? ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു കവനൻ്റ് അവൻ
ഒപ്പിടും. അത് 7 years ഒരു സമാധാന ഒരു സന്ധി അല്ലെങ്കിൽ ഉടമ്പടി ഇസ്രായേലും ഈ റിവൈവ്ഡ് റോമൻ അല്ലെങ്കിൽ ഈ യൂറോപ്യൻ യൂണിയൻ ആയിട്ട് ഒരു സമാധാന സന്ധി ഒപ്പിടും. ഇപ്പം പിന്നീട് ഇവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇവൻ ആഗോള വ്യാഴ്ച എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഈ ലോകം മുഴുവൻ, വേൾഡ് മുഴുവൻ അവനെ എന്ത് ചെയ്യണം, അവൻ സ്വാധീനിക്കാൻ ശ്രമിക്കും, നേടാൻ അവൻ ശ്രമിക്കും. ഇസ്രായേലിനെ വഞ്ചിച്ച് അവനെ നശിപ്പിക്കാൻ അവൻ ശ്രമിക്കുകയും വിശ്വാസികളെ പീഡിപ്പിക്കുകയും സ്വന്തം രാജ്യം സ്ഥാപിക്കുകയും ചെയ്യും. അത് വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിൽ അങ്ങനെയാണ് നാം കാണുന്നത്. അപ്പോൾ ഇവൻ ആരായിരിക്കും? അഹങ്കാരവും ആത്മഗർവവുമുള്ള വാക്കുകൾ സംസാരിക്കുന്നവനാണെന്ന് 2 തെസ്സലോനി പൗലോസ് പറയുന്നു 2:4. അവൻ ദേവാലയത്തിൽ ഇരുന്നും കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന ഒരു എതിരാളി. കണ്ടോ, തന്നെത്താൻ ഉയർത്തുന്ന അല്ലെങ്കിൽ ദൈവമെന്ന് പറയുന്ന, ഞാനാണ് ദൈവം എന്ന് പറയുന്ന ഒരു തന്നെത്താൻ ഉയർത്തുന്ന ഒരു ഭരണ സംവിധാനം അത് എത്രയും വേഗം രൂപപ്പെട്ടു വരും എന്നതിന് സംശയം വേണ്ട. അപ്പം തന്നെത്താനെ ഉയർത്തി ആരാധിപ്പാൻ ആവശ്യപ്പെടുന്ന ഒരു ഭീകരനായ ഭരണാധികാരിയായി മാറും. ചില ഭരണാധികാരി എങ്ങനെ തന്നെ അവരെന്തിനു ആരാധിപ്പാൻ പറയുന്ന ഭരണാധികാരികൾ, തന്നെത്താൻ ഉയർത്തി ആരാധിപ്പാൻ ആവശ്യപ്പെടുന്ന ഒരു ഭീകരനായ അവനൊരു ഭരണാധികാരിയായി മാറും. അപ്പോൾ അന്തിക്രിസ്തുവിൻ്റെ മൊത്തത്തിലൊരു സ്വഭാവം നമ്മൾ നോക്കിയാൽ അവനെന്തോ സ്വയം ഉയർത്തുന്നവനായിരിക്കും, തന്നെ പ്രൗഡ് ഉയർത്തും. അപ്പോൾ സ്വയം ഉയർത്തുന്നവരൊക്കെ ശ്രദ്ധിച്ചോളണം, നിന്നിൽ എന്തുണ്ട്, വേറൊരു ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി നിന്നിലുണ്ടെന്നുള്ള വിവരം നീ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ സ്വയം നമ്മൾ ഉയർത്താൻ ശ്രമിക്കുന്നവരൊക്കെ അങ്ങനെ യേശുവിനെയും ദൈവത്തെയും എതിർക്കുന്നവനും അവന് ആൻറ്റി ക്രൈസ്റ്റ്, അതാണല്ലോ അവൻ്റെ പേര് തന്നെ. ദൈവത്തെയും അല്ലെങ്കിൽ വിശ്വാസികളെയും എതിർക്കുന്നവനാണ്, വിശ്വാസികളെ പീഡിപ്പിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഇന്ന് നാം ഛത്തീസ്ഗഡിലും അവിടെയൊക്കെ കാണുന്നത് ദൈവമക്കളെ ഇവരെന്ത് ചെയ്യുന്നു, പീഡിപ്പിക്കുന്നു. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ദൈവമക്കളെ അവർ മദ്യപാനം വിട്ടു, അവർ വീടി വലിക്കുന്നില്ല, അവർ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ പ്രശ്നം, വേറെ ഒന്നുമില്ല അവർക്ക്. കാരണം ഇവനെന്തുവാ, അവനറിയാം അവൻ്റെ സമയം ഇനി വളരെ കുറച്ചുള്ളൂ, അവനറിയാം. അപ്പോൾ നമ്മളെ പീഡിപ്പിക്കുന്നവനാണ് അവൻ. അപ്പോൾ ആഗോള നിയന്ത്രണത്തിന് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആഗോളമായ ആ കൺട്രോളിന് വേണ്ടി അവൻ ദാഹിക്കുന്നവനും കൂടെയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ അവൻ എഴുതുമ്പോൾ അന്തിക്രിസ്തുവിനെ മൃഗമെന്ന് വിളിക്കുന്നതിന് കാരണം. അപ്പോൾ മൃഗമാണ്, ഒരു മൃഗീയ വാസന അവനുണ്ട്, അല്ലേ? മൃഗം അല്ലെങ്കിൽ ബീസ്റ്റ് എന്ന പദം വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് അന്തിക്രിസ്തുവിനുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടൊരു പദമാണ് മൃഗം, അല്ലെ? 32 തവണ ഈ മൃഗമെന്ന വാക്ക് അല്ലെങ്കിൽ ബീസ്റ്റ് എന്ന വാക്ക് വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം മൃഗം എന്ന ഈ ഗ്രീക്ക് പദം എന്തുവാണ്? തിരിയോൻ എന്ന ഒരു വാക്കാണ്. അതിൻ്റെ അർത്ഥം ഒരു ക്രൂരവും അപരിചിതവുമായ കാട്ടുമൃഗം എന്നാണ് ഈ മൃഗത്തിൻ്റെ അർത്ഥം. ഒരു കാട്ടുമൃഗം അപരിചിതമാണ്, ക്രൂരനാണ്. അവിടെ മേഴ്സി ഒന്നുമില്ല, അവന് ഗ്രേസ് ഒന്നുമില്ല. കണ്ടോ, ദൈവം ഈ പദം തിരഞ്ഞെടുക്കാൻ കാരണം അന്തിക്രിസ്തുവിൻ്റെ ഈ മൃഗീയമായ സ്വഭാവവും ആ ദുഷ്ടതയും അവൻ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവൻ മൃഗമായിരിക്കും, അതിൻ്റെ എല്ലാ വാസനയും ദുഷ്ടതയും അതിലുണ്ട്. അപ്പം ഈ അന്തിക്രിസ്തുവിന് ഒരു ലെഫ്റ്റനൻ്റ്, രണ്ടാമത്തെ ഒരു മൃഗമുണ്ട്, ഒരു മൃഗമുണ്ട്. അതും ബൈബിളിൽ പറയുന്നുണ്ട്. വെളിപ്പാട് ദിവസം 13-11 ഒരു മറ്റൊരു മൃഗത്തെ പരാമർശിച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നു ഞാൻ കണ്ടു, യോഹന്നാൻ എഴുതുകയാണ്. അതിൻ്റെ കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു, അത് മഹാസർപ്പം എന്ന പോലെ സംസാരം. അപ്പോൾ കൊമ്പുള്ള, അപ്പോൾ കുഞ്ഞാടിൻ്റെ പോലെ കൊമ്പ് എന്ന് പറയാൻ അർത്ഥം ഇവനെ കണ്ടാൽ പറയും ഇവനെന്ത് കുഞ്ഞാട്, ആടാന്ന് പറയും. വലിയ പ്രശ്നം കുതിരൊന്നുമില്ല. പക്ഷേ അതിൻ്റെ എന്തുണ്ട്, മഹാസർപ്പം പോലെ അവൻ സംസാരിച്ചു. അപ്പം ഈ രണ്ടാമത്തെ മൃഗത്തിന് ബൈബിൾ പറയുന്ന പേരെന്തോന്ന് പറയുക, കള്ളപ്രവാചകൻ എന്നാണ്. ഫാൾസ് പ്രോഫറ്റ് എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ മൃഗം, അപ്പോൾ കുഞ്ഞാടിനുള്ള പോലെ കൊമ്പുള്ളവൻ എന്ന് പറഞ്ഞാൽ ദൈവവചനമൊക്കെ നന്നായി പ്രസംഗിക്കും ചെയ്യുന്നവനാണ്. പക്ഷേ അവൻ്റെ അടുക്ക ചെല്ലുമ്പോൾ എന്തോ കടിച്ച് കീറുന്ന മൃഗത്തിൻ്റെ സ്വഭാവമാണ് അവന്. അപ്പോൾ രണ്ടാമത്തെ മൃഗം അവൻ കള്ളപ്രവാചകനാണ്. കള്ളപ്രവാചകൻ അന്തിക്രിസ്തുവിനെ ആരാധിപ്പാൻ ലോകത്തെ പ്രേരിപ്പിക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ഈ അന്തിക്രിസ്തുവിനെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ ഈ ബീസ്റ്റിനെ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഭരണത്തെ ആരാധിപ്പാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മാവ് ആർക്കുണ്ട്? ഈ കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു മതമാണത്, അല്ലേ?
അതൊരു മതമാണ്, അത് ഏത് മതമെന്ന് ബൈബിൾ വിശ്വസിക്കുന്നവർക്കൊക്കെ അത് ഇപ്പോഴേ വെളിപ്പെട്ട് വരുന്നുണ്ട്. ഏത് മതമാണെന്ന് പറയാൻ കഴിയും. അത്ഭുതങ്ങൾ ചെയ്യുകയും ആകാശത്തിൽ നിന്ന് തീ ഇറക്കുകയും ചെയ്യും. അവൻ്റെ വേറൊരു കലാവിരുതാണ്. വെളിപ്പാട് ദിവസം 13:13 നാം പറയുന്നതാണ്, അവന് അത്ഭുതം ചെയ്യാൻ എന്തൊരു സിദ്ധിയുണ്ട്. അത് മനുഷ്യർ കാണുകയും ആകാശത്ത് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ. അവന് അത്ഭുതങ്ങളും അടയാളം. അപ്പോൾ അത്ഭുതങ്ങളും അടയാളം നോക്കി ആരെയും പുറകെ പോകരുതെന്ന് അർത്ഥം കേട്ടോ. നമ്മളൊക്കെ ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളെയും പുറകെ ഓടി നടക്കുന്ന ആളുകളാണ്. എവിടെ അത്ഭുതം കിട്ടും? അത് നടക്കരുത്. അവിടെ എന്തുവാ നടക്കുന്നത്? വ്യാജാത്മാക്കളുടെ പ്രവർത്തനങ്ങളാണ്, ആൻറ്റിക്രൈസ്റ്റ്. അപ്പോൾ എല്ലായിടത്തും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഓടാൻ നിൽക്കരുത്. അപ്പോൾ അന്തിക്രിസ്തുവിനെ ആരാധിക്കാത്തവർ മരണശിക്ഷ വരെ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് വെളിപ്പാട് ദിവസം 13-15 വാക്യത്തിൽ പറയുന്നു. അതുകൊണ്ടാണ് മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ഒരു പ്രാവചനിക അടിസ്ഥാനത്തിൽ ഈ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കുന്നു. അപ്പോൾ ഇന്ന് സംസാരിക്കുന്ന പ്രതിമകളൊക്കെ ഉണ്ട് അല്ലേ? മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചെന്ന അത് എന്തുവാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോഴൊന്നുമില്ലേ, സംസാരിക്കുന്ന പ്രതിമകളൊക്കെ ഇന്നുണ്ട്. ഈ AI അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വിരൽ ചൂണ്ടുന്ന അതിലേക്കാകാം എന്ന് നാം അനുമാനിക്കും. അപ്പം മൃഗത്തിൻ്റെ അടയാളം, ദ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് സ്വീകരിക്കാത്തവർ, അപ്പോൾ ഇവർക്കൊരു പ്രശ്നമുണ്ട്. വാങ്ങാനും അതിനും വിൽക്കാനും പാടില്ല, അവർക്കൊന്നും കിട്ടില്ലെന്നർത്ഥം. വെളിപ്പാട് 13-16 അത് 17 മുതൽ വാക്യങ്ങൾ പറയാം. വാങ്ങാനും വിൽക്കാനും ഈ മൃഗത്തിൻ്റെ ഒരു അടയാളം, ഒരു മാർക്ക് നമ്മുടെ നെറ്റിയിലോ, ഇപ്പോഴേ അതിനുള്ള ചിപ്സുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലോ നെറ്റിയിലോ, അപ്പോൾ നാം എന്ത് ചെയ്യണം? സ്വീകരിച്ചേ പറ്റൂ. ഇത് കാണിച്ച് കൊടുത്താലേ നമുക്ക് എന്തോ പാസ്സാവുകയുള്ളൂ. അപ്പോൾ ഈ സാത്താൻ, നിങ്ങൾ പറഞ്ഞു ഇപ്പം വ്യാജനാണ് സാത്താൻ, അല്ലെങ്കിൽ ഈ സാത്താൻ എപ്പോഴും, അല്ലെങ്കിൽ ആൻറ്റിക്രൈസ്റ്റ് ഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ സാത്താൻ കുടിയിരിക്കുന്ന ഈ അന്തിക്രിസ്തുവും അല്ലെങ്കിൽ ആ ഫാൾസ് പ്രോഫറ്റും ഇവരെല്ലാം സാധാന്യ വ്യാപാരങ്ങളാണ്. അപ്പോൾ ഇവനൊരു ഒരു ഫ്രോഡാണ് എന്ന് പറഞ്ഞാൽ അവൻ വ്യാജന. സാത്താൻ അവൻ പിതാവിൻ്റെ വ്യാജന, നമ്മൾ പിതാവെന്ന് പറയില്ലേ, അപ്പോൾ അതിന് അവൻ വ്യാജ പേരെടുത്ത് അവൻ സാത്താൻ. ഇനി അന്തിക്രിസ്തു അതും ക്രിസ്തുവിൻ്റെ വ്യാജന. അപ്പോൾ ക്രിസ്തുവിന് ഒരു വ്യാജൻ. അപ്പോൾ കള്ളപ്രവാചകൻ അവൻ പരിശുദ്ധാത്മാവിൻ്റെ വ്യാജൻ. അപ്പോൾ അവനിൽ എന്തുണ്ട്? എല്ലാ വ്യാജ സ്വഭാവങ്ങളെയും അവൻ അനുകരിക്കുന്നവനാണെന്ന് അർത്ഥം. അപ്പോൾ ആൻറ്റിക്രൈസ്റ്റ് വിൽ മിമിക് ദ ട്രൂ ക്രൈസ്റ്റ് ഇൻ എ നമ്പർ ഓഫ് വേസ്. പല രീതിയിലും ഇങ്ങനെ അനുകരിക്കുന്ന അനേക ഇടയന്മാരും പ്രവാചകന്മാരും ഒക്കെ നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ള കാര്യം നാം മറന്ന് പോകരുത്. അപ്പോൾ അന്തിക്രിസ്തു, ഇനി വേറെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഈ അന്തിക്രിസ്തു, അപ്പോൾ എസക്കേലിൻ്റെ ഒരു പ്രവചന പുസ്തകമുണ്ട്, എസക്കേൽ 38-39 അധ്യായങ്ങളിൽ ഈ യെഹെസ്കേലിൻ്റെ ഒരു മാഗോഗിനെ കുറിച്ച് അവിടെ മാഗ് അല്ലെ, ഗോഗ്, പ്രഭുവായ മാഗോഗ് ദേശത്തിൻ്റെ പ്രഭുവായ ഗോഗെ. അപ്പോൾ ഈ മാഗോഗ് യുദ്ധവും അല്ലെങ്കിൽ ഈ അന്തിക്രിസ്തു അല്ലെങ്കിൽ ആൻറ്റിക്രൈസ്റ്റും ഈ ഗോഗും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഗോഗാണോ ഈ ആൻറ്റിക്രൈസ്റ്റ് എന്ന് പറയുന്നത്? മാഗോഗ് അല്ലെങ്കിൽ റഷ്യ നേതൃത്വം കൊടുക്കുന്ന ഇസ്ലാമിക് അലൈഡ് അലയൻസ് ആണോ ഇതിനകത്ത് എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതിൻ്റെ അർത്ഥം എൻ്റെ ഭാഷയിൽ അതല്ല എന്ന് ഞാൻ പറയും. കാരണം അന്തിക്രിസ്തുവിനെയും ഗോഗിനെയും ഒരേ വ്യക്തി എന്ന് കരുതുന്നത് ചില ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ടാക്കും. അതൊന്നല്ല. അപ്പം അന്തിക്രിസ്തുവും ഗോഗും ഒരേ ആളുകളല്ല. അന്തിക്രിസ്തുവും ഗോഗും തമ്മിൽ വ്യത്യാസം ഞാൻ ഒരു ചെറിയ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ പുതുക്കിയ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലവനായിരിക്കും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 7-ാം അധ്യായം ഒക്കെ നിങ്ങൾ വായിച്ചാൽ ഒരു പുതുക്കിയ റിവൈവ്ഡ് റോമൻസ് എംപയറിൻ്റെ തലവനായിരിക്കും ആര്? അതിന് ഏറ്റവും വലിയ സാധ്യത എന്താണ്? യൂറോപ്യൻ യൂണിയൻ, റിവൈവ്ഡ് യൂറോപ്യൻ യൂണിയൻ, ജർമ്മനി. അതിൻ്റെ പ്രോബബിളി ജർമ്മനി വിൽ ലീഡ് ദ യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ അവനായിരിക്കും എന്ത്? അപ്പോൾ പുതുക്കിയ റോമൻ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റിവൈവ്ഡ് റോമൻ സാമ്രാജ്യം, ഒരു യൂറോപ്യൻ സഖ്യത, അതായിരിക്കും എന്ത്? ഈ അന്തിക്രിസ്തു. അല്ല, ഇസ്രായേലുമായുള്ള സമാധാന ഉടമ്പടി അനുസരിച്ച് അവൻ എന്ത് ചെയ്യും? 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ അവൻ ഇസ്രായേലിനോട് സമാധാന ഉടമ്പടി വയ്ക്കും. 7 വർഷക്കാലം അവൻ ഭരണത്തിൽ വരുമ്പോൾ ഇസ്രായേലുമായൊരു സമാധാന ഉടമ്പടി. ആ സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കുന്ന ആരായിട്ട്? ഈ അന്തിക്രിസ്തുവായിട്ടാണ്. 7 വർഷം അല്ലെങ്കിൽ ഈ ട്രിബുലേഷൻ പീരീഡ് എന്നതിന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അവൻ എന്തു ചെയ്യും?
അധികാരം പിടിച്ചെടുക്കുന്ന വെളിപ്പാട് പുസ്തകം 4 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ കാണുന്നത് ഇവൻ്റെ അധികാരത്തെക്കുറിച്ചാണ്. എന്നാൽ ഗോഗിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, അതൊരു പുതുക്കിയ റോമൻ സാമ്രാജ്യമായിരിക്കും. ഇസ്രായേലുമായി 7 വർഷത്തിൽ ഉടമ്പടി അവൻ ഒപ്പിടും. ആ കാലഘട്ടത്തിൽ അവൻ 7 കാലഘട്ടത്തിൽ അവൻ എന്തു ചെയ്യും? അധികാരം പിടിച്ചെടുക്കും. അപ്പോൾ ഗോഗ് എന്ന് പറഞ്ഞാൽ റഷ്യയും ചില മുസ്ലിം രാജ്യങ്ങളും ചേർന്നുള്ള ഒരു സൈന്യത്തിൻ്റെ തലവനായിരിക്കും ഗോഗ്. അതാണ് എസ്കേൽ പുരം 38 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ശക്തമായ ഒരു സൈനിക നേതാവായിരിക്കും ആര്? ഈ ഗോഗ്. ശക്തമായൊരു സൈന്യം. അത് റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക അലയൻസ്. അപ്പം അന്തിക്രിസ്തുവിൻ്റെ ഉടമ്പടിയോട് നേരിട്ടുള്ള വെല്ലുവിളിയാകുമായിരുന്നു ഗോഗ്. അപ്പം അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ റിവൈവ്ഡ് യൂറോപ്യൻ യൂണിയൻ്റെ അല്ലെങ്കിൽ റിവൈവ്ഡ് റോമൻ എംപയറിൻ്റെ അവൻ്റെ ആശയം. അവനാണല്ലോ 7 വർഷം ഇസ്രായേലുമായി സമാധാന ഉടമ്പടി ഒപ്പിട്ടത്. അപ്പോൾ ഈ സമാധാന ഉടമ്പടിയെ വെല്ലുവിളിക്കുന്ന ഒരു എതിർശക്തിയാണ് ഗോഗ് എന്ന് വേണം നമുക്ക് എഴുതാൻ. അതുകൊണ്ട് ദാനിയേൽ പുരം 9:27. അപ്പോൾ ഈ ഗോഗുമായി അല്ലെങ്കിൽ ഇസ്രായേലുമായി ഒരു ഉടമ്പടി യൂറോപ്യൻ യൂണിയൻ പങ്കുവെച്ചതിൽ ആർക്കിഷ്ടമല്ല? ഈ ഇസ്ലാം രാജ്യങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. ഇപ്പോഴും അത് തന്നെയല്ലേ അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്ര ശക്തമായ ഒരു ഉടമ്പടിയെ എതിർക്കുന്ന ഒരു ഫോഴ്സാണ് ആര്? ഈ ഗോഗ് എന്ന ശക്തി. അപ്പോൾ ദൈവം നേരിട്ട് ഇടപെട്ട് ഗോഗ് സൈന്യത്തെ നശിപ്പിക്കുമെന്ന് എസെക്കിയേൽ പുരം 39 അധ്യായത്തിൽ നാം വായിക്കുന്നു. അതിനാൽ ഈ ഗോഗിൻ്റെ കാലം വളരെ കുറച്ച് കാലം മാത്രമായിരിക്കും എന്ന് നാം കണക്കാക്കപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നിഗമനം ഞാൻ പറയാം. അതുകൊണ്ട് ഗോഗ് അന്തിക്രിസ്തു അല്ല. അപ്പം അന്തിക്രിസ്തു ഇസ്രായേലുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ഗോഗ് ആ ഉടമ്പടിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവനാണ്. അപ്പോൾ ഗോഗിൻ്റെ ആക്രമണം ദൈവം നേരിട്ട് നശിപ്പിക്കുമ്പോൾ അന്തിക്രിസ്തു അത് 7 വർഷം അല്ലെങ്കിൽ ആ ട്രിബുലേഷൻ കാലയളവിൽ ശക്തമായി നിലകൊള്ളും. അപ്പോൾ 7 വർഷം ആ കാലയളവിൽ അന്തിക്രിസ്തു ഈ ഭൂമിയിൽ ശക്തമായി നിലകൊള്ളുമെന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ വെളിപ്പാട് പുസ്തകം 19 അധ്യായം അതിൻ്റെ 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു വെള്ളക്കുതിരയിലിരുന്ന് ഒരു സൈന്യസമേതം തിരിച്ചു വരും. അവൻ വചനത്തിൻ്റെ ശക്തിയാൽ മഹാവിരോധിയെയും അവൻ്റെ സൈന്യത്തെയും തോൽപ്പിക്കും. അപ്പം അന്തിക്രിസ്തുവിനെയും വ്യാജപ്രവാചകനെയും അവൻ ലേക്ക് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ തീക്കുണ്ടിലേക്ക് അവൻ തള്ളി ഇടും. ഇതാണ് നാം വിശ്വസിക്കുന്നത്. അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ആ ഫോൾസ് ട്രിനിറ്റി കൗണ്ടർ ഫീറ്റ്സ് ട്രിനിറ്റിയെ അവൻ എന്ത് ചെയ്യും? അവൻ അഗാധ കൂപത്തിലേക്ക് തള്ളി ഇടുമെന്ന് നമുക്കിവിടെ വിശ്വസിക്കാൻ കഴിയും. അപ്പോൾ ഇതിനകത്ത് വേറെ ചോദ്യമുണ്ട്. അപ്പോൾ ഈ അർമഗദോൻ യുദ്ധത്തിൽ ആരൊക്കെ പങ്കെടുക്കും എന്ന് ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, അർമഗദോൻ യുദ്ധവും അല്ലെങ്കിൽ ഈ മാഗോഗ് യുദ്ധവും 2 യുദ്ധങ്ങളാണ്. ഒരു യുദ്ധമല്ല. മാഗോഗ് യുദ്ധം റഷ്യൻ കൂടെ അലൈഡ് ഇസ്ലാമിക് ഗ്രൂപ്പും കൂടെ കൂടിയിട്ടുള്ള യുദ്ധമാണ് എന്ത്? മാഗോഗ് യുദ്ധം. എന്നാൽ അർമഗദോൻ യുദ്ധം ഇത് ആൻറ്റിക്രൈസ്റ്റ് അല്ലെങ്കിൽ മഹാവിരോധിയായ ആൻറ്റിക്രൈസ്റ്റ്, മൃഗമായ ആ ക്രൈസ്റ്റിൻ്റെ സൈന്യം അല്ലെങ്കിൽ മൃഗത്തിൻ്റെ സൈന്യം ഇസ്രായേലിനെയും ദൈവത്തെയും എതിർക്കുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. നോക്കണം, അർമഗദോൻ യുദ്ധം എന്ന് പറഞ്ഞാൽ ആൻറ്റിക്രൈസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ റിവൈവ്ഡ് റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അണിനിരക്കുന്ന രാഷ്ട്രങ്ങൾ ദൈവത്തോട് പോരാടുന്ന, ഇസ്രായേലിന് പോരാടുന്ന ഒരു പോരാട്ടം അല്ലെങ്കിൽ ആ യുദ്ധത്തെ കുറിക്കുകയാണ്. അപ്പോൾ സാത്താൻ്റെ ശക്തികൾ ലോകത്തെ വഞ്ചിച്ച് യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഈ ദുരാത്മശക്തികൾ എല്ലാം കൂടെ ഒന്നിക്കുന്ന ഒരു ശക്തിയാണത്. അപ്പോൾ യേശുക്രിസ്തുവും അവൻ്റെ ദിവ്യ സൈന്യം, അതാരൊക്കെയാ? യേശുക്രിസ്തുവും അവൻ്റെ ദിവ്യ സൈന്യവും വിശ്വാസികളും ദൂതന്മാരും. അപ്പം വിശ്വാസികൾക്കും ദൂതന്മാർക്കും യേശുക്രിസ്തുവിനും എതിരെ പൊരുതുന്ന ആ സൈന്യത്തെയാണ് നാം ആ അന്തിക്രിസ്തു എന്ന വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. അർമഗദോൻ യുദ്ധത്തിന് ശേഷം എന്ത് സംഭവിക്കും? അപ്പോൾ 7 വർഷം ഞാൻ പറഞ്ഞല്ലോ, 7 വർഷത്തിൽ 3.5 വർഷം അവരെന്ത് കർത്താവുമായി അല്ലെങ്കിൽ യഹൂദനുമായി ഒരു ഒപ്പ് അല്ലെങ്കിൽ 7 വർഷത്തെ ഒരു സമാധാന കരാർ ഒപ്പിടും. എന്നാൽ 3.5 വർഷത്തിൽ അവർ ലംഘിക്കും. അപ്പോൾ ഈ ലംഘനം നടന്ന് കഴിയുമ്പോൾ 7 വർഷത്തിൻ്റെ ഒരു കാലയളവ് അവസാനിക്കുന്ന സമയം അർമഗദോൻ യുദ്ധത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അപ്പോൾ യുദ്ധം നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ മഹാവിരോധി അല്ലെങ്കിൽ ആൻറ്റിക്രൈസ്റ്റ് ഈ യുദ്ധത്തിൽ തോൽക്കും.
അതാണല്ലോ യുദ്ധം. യേശുവും ദൈവവും ആൻറ്റിക്രൈസ്റ്റും യുദ്ധം അവർ തോൽക്കും. അപ്പോൾ സാത്താനെയും തമ്പുരാൻ 1000 വർഷത്തേക്ക് തടവിലാക്കപ്പെടും. സാത്താൻ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. അപ്പോൾ 1000 വർഷത്തേക്ക് സാത്താനെ അവൻ തടവിലാക്കി. അപ്പോൾ യേശു ക്രിസ്തു 1000 വർഷം രാജ്യം ഭരിക്കും. അതിനാണ് മില്ലേനിയൽ കിങ്ഡം എന്ന് നാം പറയുന്നത്. അപ്പോൾ ആ 1000 ആണ്ട് യേശു ക്രിസ്തുവും തൻ്റെ ഭക്തന്മാരും അല്ലെങ്കിൽ തൻ്റെ സഭയും അല്ലെങ്കിൽ വിശ്വാസികളും 1000 ആണ്ട് ലോകത്തെ ഭരിക്കും. 1000 വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും സാത്താൻ വീണ്ടും മോചിതനാവും. ദൈവം സാത്താനെ വീണ്ടും അഴിച്ചുവിടും. എന്നാൽ ഈ അന്ത്യകാലമായി അല്ലെങ്കിൽ എന്നാൽ അന്ത്യമായി തോൽക്കുന്ന അല്ലെങ്കിൽ ഈ സാത്താനെ അഴിച്ചുവിട്ടാലും അവൻ എന്തു ചെയ്യും? അന്ത്യമായി അവനെ വരിഞ്ഞു കെട്ടി ഈ തീക്കുണ്ടിലേക്ക് ഇടുമെന്നാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന് 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അർമ്മഗദോൻ യുദ്ധം ഇനി വേറൊരു ഒരു പ്രശ്നം ചിലർ ഉന്നയിക്കുന്നൊരു കാര്യമുണ്ട്. അർമ്മഗദോൻ യുദ്ധം ഒരു യഥാർത്ഥ യുദ്ധമല്ല.